ദൈവരാജ്യവും കൃപയും തമ്മിലുള്ള ബന്ധം പലരും കരുതുന്നത് കൃപ എന്നത് പാപമോചനത്തിന് മാത്രമുള്ളതെന്നാണ്. എന്നാൽ യേശു പ്രസംഗിച്ചത് എന്തായിരുന്നു? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം, യേശു ദൈവരാജ്യം പ്രസംഗിച്ചു, അപ്പോസ്തലന്മാർ ദൈവകൃപയുടെ സുവിശേഷം പ്രസംഗിച്ചു. ഇവ രണ്ടും വ്യത്യസ്തമാണോ? ഒരിക്കലുമല്ല. യഥാർത്ഥത്തിൽ കൃപയില്ലാതെ ദൈവരാജ്യം അനുഭവിക്കാനാവില്ല. കാരണം ദൈവരാജ്യം മനുഷ്യന്റെ പരിശ്രമത്താൽ നേടിയെടുക്കുന്ന പ്രതിഫലമല്ല, അത് സ്വർഗീയ പിതാവിൻ്റെ ദാനമാണ്. എഫേസ്യർ 2:8 പറയുന്നു, കൃപയാലാണ് നിങ്ങൾ വിശ്വാസം മുഖാന്തരം രക്ഷിക്കപ്പെട്ടത്. ദൈവകൃപ നമ്മെ പാപത്തിൽ നിന്ന് മാത്രമല്ല രക്ഷിച്ചത്, അത് നമ്മെ ഒരു പുതിയ രാജ്യത്തിലേക്കാണ് പ്രവേശിപ്പിച്ചത്. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ദൈവ മക്കൾ എന്നുള്ളൊരു പദവിയാണ് നമുക്ക് നൽകിയത്. ഇനി ശ്രദ്ധിക്കൂ, കൃപ വെറും പ്രവേശന കവാടമല്ല, ദൈവരാജ്യ ജീവിതം നയിക്കാനുള്ള ശക്തി കൂടിയാണ്. തീത്തോസ് 2:11 മുതൽ 12 വരെ പറയുന്നു, രക്ഷാകരമായി നമുക്ക് വേണ്ടി ഒരു ദൈവകൃപ ഉദിച്ചെന്നും അത് നമ്മെ അഭ്യസിപ്പിക്കുന്നു ജയകരമായ ജീവിതത്തിനായി. അതായത് കൃപ ക്ഷമിക്കുക മാത്രമല്ല, കൃപ നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവരാജ്യത്തിൻ്റെ സംസ്കാരത്തിൽ ജീവിക്കാൻ അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. അതുകൊണ്ടാണ് യേശു പാപികളെ തള്ളിക്കളയാതെ സ്വീകരിച്ചത്. ആദ്യം അവൻ അവരെ സ്വീകരിച്ചു, പിന്നീട് അവരുടെ ജീവിതം മാറ്റി. ഇതാണ് ദൈവകൃപയുടെ ക്രമം. ലോകം പറയുന്നു, ആദ്യം മാറൂ, പിന്നെ നിന്നെ സ്വീകരിക്കാം. എന്നാൽ സ്വർഗീയ പിതാവ് പറയുന്നു, ഞാൻ നിന്നെ ക്രിസ്തുവിൽ സ്വീകരിച്ചിരിക്കുന്നു, ഇനി എൻ്റെ കൃപ നിന്നെ രൂപാന്തരപ്പെടുത്തും. ഇതാണ് ദൈവരാജ്യം. നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു രാജ്യമല്ല ഇത്. പിതാവിൻ്റെ കൃപയാൽ രൂപാന്തരപ്പെടുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ട് ഇന്ന് ഇതൊന്ന് ഓർക്കണം, നാം ദൈവത്തിൻ്റെ സ്നേഹത്തെ സമ്പാദിക്കാനായിട്ട് ജീവിക്കുന്നില്ല. നമ്മൾ ഇതിനകം പിതാവിനാൽ സ്വീകരിക്കപ്പെട്ടവരാണ്. നാം ആ സ്വീകരണത്തിൻ്റെ ഉറപ്പിൽ നിന്നാണ് ദൈവരാജ്യ ജീവിതം നയിക്കുന്നത്. ദൈവകൃപ നമ്മെ പാപത്തിൽ നിന്ന് മാത്രം രക്ഷിച്ചില്ല, സ്വർഗീയ രാജാവിൻ്റെ മകൻ എന്ന പുതിയ തിരിച്ചറിവിലേക്കാണ് അത് നമ്മളെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ദൈവകൃപ എന്ന് പറയുന്നത് ക്ഷമയുടെ സന്ദേശം മാത്രമല്ല, അത് ദൈവരാജ്യത്തിൻ്റെ സംസ്കാരം കൂടിയാണ്. കാരണം ദൈവകൃപയാണ് ദൈവരാജ്യത്തിലേക്കുള്ള വാതിൽ. കൃപയില്ലാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനാവില്ല, കൃപയില്ലാതെ ദൈവരാജ്യത്തിൽ ജീവിക്കാനുമാവില്ല.